ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമിന് ജാമ്യം കിട്ടുന്നില്ല കേട്ടോ. വേദയുടെ സാക്ഷിപ്രകാരം, വേദയുടെ മൊഴിപ്രകാരം ജാമ്യം കിട്ടുന്നില്ലേ. അങ്ങനെ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹൃദയം പൊട്ടി ചങ്ക് തകർന്ന് നിൽക്കുകയാണ് കമലാമ്മയും ശ്രീജേട്ടത്തിയൊക്കെ കൂടി. അങ്ങനെ വിക്രമിനെ കൊണ്ടുപോകുന്ന വഴിക്ക് കമലാമ്മ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്താ അമ്മ എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഒന്നും വരില്ല, സാരമില്ല, അമ്മ ഇങ്ങനെ കരയാതെ. അമ്മ എന്തിനാ ഇപ്പോൾ ഇവിടേക്കൊക്കെ വന്നത്? ശ്രീജേട്ടത്തി അമ്മേനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകും. ഇനി നാളെ കേസിൻ്റെ വിധി വരുമ്പോൾ അമ്മേനെ കൊണ്ടുവരണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. ഞാൻ നിൻ്റെ അമ്മയല്ലേടാ, എൻ്റെ ചങ്ക് തകരത്തില്ലേടാ. നിന്നെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ ഞാൻ വിളിക്കാത്ത ഈശ്വരന്മാരില്ല. എന്തായാലും നീ ഒന്ന് കരുതിക്കോ, നീ ജയിലിൽ കിടക്കില്ല. ഈ അമ്മയുടെ പ്രാർത്ഥന നിൻ്റെ കൂടെയുണ്ട്. മറ്റുള്ളവരൊക്കെ നിന്നെ ജയിലിൽ അടയ്ക്കാൻ നോക്കുമ്പോഴും ഞങ്ങൾ ചിലരുണ്ട് നിന്നെ എങ്ങനെയെങ്കിലും ഇറക്കാൻ നോക്കുന്നവർ. അതുകൊണ്ട് ഈശ്വരൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. മുൻ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല രൂക്ഷമായിട്ട് തന്നെ നമ്മുടെ വേദനയെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തിരികെ പോലീസുകാരുടെ ഒപ്പം പോകുന്ന വഴിക്ക് വേദന ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയോട് ഒരു ഭാവമാറ്റം ഇല്ലാതെ വിക്രം ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ. എന്നാൽ വേദയ്ക്ക് ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. എന്നിട്ട് വേദ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനി വിക്രമും എന്നെ തെറ്റിദ്ധരിച്ച് കാണുമോ? വിക്രമിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്, എന്നിട്ടും വിക്രമിനെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെയുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയവും വേദയ്ക്കുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് വിക്രമിൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ചെന്നിട്ട് സാർ ഒരു മിനിറ്റ് ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ എന്ന് വെച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വേദയോട് വിക്രമിനോട് സംസാരിക്കുകയാണ്. എടാ എന്താടാ ചെയ്യേണ്ടത്? വേദ നല്ലൊരു പെണ്ണാന്ന് കരുതി ഞങ്ങൾ ഇരുന്നത് എന്നൊക്കെ പറയുമ്പോൾ വേദ നല്ല പെണ്ണ് തന്നെയാണ്. നീ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ പിന്നെ നിന്നെ ജയിലിലടയ്ക്കാൻ നോക്കോ? എടാ അത് തെറ്റിദ്ധാരണയുടെ പേരിലല്ലേ ഞാനൊരാളെ തല്ലി ചതച്ചത്. അവളുടെ കൺമുന്നിൽ കണ്ട കാര്യമല്ലേ. അവളൊന്നും ഇല്ലെങ്കിലും വക്കീലിന് പഠിക്കുന്ന കുട്ടിയല്ലേ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെയല്ലേ എല്ലാം കാണുള്ളൂ. അതുമല്ല, അവളുടെ അച്ഛൻ അവളെ പഠിപ്പിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ നല്ല ഇതായിട്ട് ബോൾഡായിട്ട് നിന്ന് സമൂഹത്തിൽ സംസാരിക്കാനും ജീവിക്കാനും അല്ലേ. അതുകൊണ്ട് അവൾ കണ്ട കാര്യം പറഞ്ഞു. അത് ഭർത്താവാണെന്നോ അച്ഛനാണെന്നോ അമ്മയാണെന്നോ ഒന്നും അവൾ നോക്കിയില്ല. അവൾ കണ്ട കാര്യം അവൾ പറഞ്ഞു. അതിൽ യാതൊരുവിധ തെറ്റും ഞാൻ കാണുന്നില്ല. എടാ ഒരു പക്ഷേ നീ ആ ചെയ്തത് ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ, ഒരു പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേദന മനസ്സ് മാറില്ലേ? വേണ്ട, ആ പെൺകുട്ടിയുടെ പേര് ഈ കേസിലെ വലിച്ചഴിക്കേണ്ട കാര്യമില്ല. അവൾ സമാധാനത്തോടു കൂടി ഇരിക്കട്ടെ. അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞാൽ ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എടാ നീ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച്. വേണ്ടെന്നേ, ഒരു കാര്യം ആലോചിക്കാനില്ല. നിങ്ങൾ സമാധാനമായിട്ട് പോയിട്ട് വാ. ഇനി എനിക്ക് ജീവപര്യന്തമാണെങ്കിൽ അതങ്ങനെ അങ്ങ് കഴിയട്ടെ. എനിക്കതിൽ യാതൊരുവിധ സങ്കടവും പ്രയാസവും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ പോകുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് വിക്രമിൻ്റെ അടുക്ക് ജയിലിൽ ചെന്നിട്ട് കൂട്ടുകാർ കാണുന്നുണ്ട്. അപ്പോൾ പോലീസുകാരും പറയുന്നുണ്ട്, ഇപ്പോഴല്ലേ അവിടെ നിന്ന് കണ്ടിട്ട് വന്നത്, പിന്നെ എന്ത് കാണാനാണ്? ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അവരുടെ കാല് പിടിച്ചിട്ട് ജയിലിൽ കയറി കാണാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എടാ ഇപ്പോഴല്ലേ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ട് വന്നത്, പിന്നെ എന്താ? അത് പിന്നെ ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ? ഞങ്ങളോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യല്ലേ? ഇല്ല, നീ എന്താ കാര്യം പറ. അത് പിന്നെ എടാ കാര്യം പറ എന്താ? അത് പിന്നെ വേദന അങ്ങ് കിഡ്നാപ്പ് ചെയ്തല്ലോ. വേദന കിഡ്നാപ്പ് ചെയ്താലെന്നോ? നീക്ക് എന്താ ഇങ്ങനെ പറഞ്ഞത്? അത് പിന്നെ വേദ ഒരാൾ മാത്രമല്ലേ സാക്ഷി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ സാക്ഷിക്കാരെ ഇല്ലെങ്കിൽ പിന്നെ കേസിന് വിധി എളുപ്പമാവത്തില്ലേ? പിന്നെ നിന്നെ വെറുതെ വിടത്തില്ലേ? എടാ മണ്ടത്തിലൊന്നും കാണിച്ച് വെക്കരുതേ. അവൾ ഇനി മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ തലയിൽ വീഴും. പിന്നെ ജീവപര്യന്തം ഉള്ളത് കൊലക്കയറ് വേണമെങ്കിലാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതി ഒന്നും വേണ്ട. എന്നാൽ പിന്നെ ഞങ്ങൾ പോയി കണ്ട് വേദയോടോ അല്ലെങ്കിൽ ആ ശങ്കരൻ സാറിനോടോ ആരോടെങ്കിലും കണ്ട് നടന്ന സത്യങ്ങൾ പറയട്ടെ. ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ആ പെൺകുട്ടിയുടെ പേര് ഈ കേസിൽ വലിച്ചിഴക്കരുത്, അതെനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയാൻ അങ്ങനെ വിക്രം അവരെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ കൂട്ടുകാർ മനസ്സ് വിഷമിച്ച് സങ്കടത്തോടുകൂടി അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രീനിവാസനോട് ചെന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ആ വേദന കിഡ്നാപ്പ് ചെയ്താലെന്ന് ആലോചിച്ചു, പക്ഷേ വിക്രം അത് സമ്മതിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രീനിവാസിന് വഴക്ക് പറഞ്ഞിട്ട് അതൊന്നും വേണ്ട, അതൊക്കെ മണ്ടത്തരവാ. വേദ നല്ല കുട്ടിയാണ്. അത് അവൻ്റെ ജീവിതം തകർക്കാൻ വന്നാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല എന്നൊക്കെ നമ്മുടെ ശ്രീനിവാസനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്തായിരിക്കും വക്കീല് കേസ് ഒഴിയുന്നതൊക്കെ. അങ്ങനെ പിന്നെ ശ്രീനിവാസൻ ചെന്നിട്ട് നമ്മുടെ കമലാമ്മയോട് പറയുന്നുണ്ട്, നാളെ കോടതിയിൽ ചെല്ലുമ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വക്കീലിനെ വെക്കാൻ കുറച്ച് സമയം വേണമെന്നൊക്കെ ചോദിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ. നമ്മുടെ വേദ വീട്ടിലേക്ക് വരുമ്പോൾ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരിക്കും നമ്മുടെ നന്ദിനി എന്നിട്ട് എങ്ങോട്ടാ, എന്തുദ്ദേശത്തിലാണ് ഇങ്ങോട്ടേക്ക് കയറി വരണത് എന്നൊക്കെ ചോദിക്കുകയാണെ. അല്ല നന്ദിനിയായിട്ട് ആരാ അതൊക്കെ ചോദ്യം ചെയ്യാൻ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയുമ്പോൾ നന്ദിനിയായിട്ട് ആരാ എന്നെ ഇറക്കി വിടാൻ? ഇത് എൻ്റെ വീടാ, ഞാൻ താമസിക്കേണ്ട വീട്. എൻ്റെ ഭർത്താവ് എന്നെ താലി ചാർത്തിക്കൊണ്ട് വന്നത് ഈ വീട്ടിലേക്ക്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ താമസിക്കും. നന്ദിനിയായിട്ട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും നന്ദിനി ചോദിക്കുന്നുണ്ട്, ഏത് ഭർത്താവ്? എൻ്റെ ഏത് ഭർത്താവാണ്? സ്വന്തം കഴുത്തിൽ താലി കെട്ടി നീ പറയുന്നുണ്ടല്ലോ,
അവനെ എന്താ ഒരു കുഴപ്പമില്ലാതെ നിനക്ക് ഇറക്കിക്കൊണ്ട് വരാറില്ല. അപ്പം നീ സാക്ഷി പറഞ്ഞ ജയിലിലേക്ക് അയക്കാൻ നിൽക്കുമല്ലേ, പിന്നെ ആരാ നിനക്ക് ഇവിടെ ഉള്ളത്? ഈ അമ്മയോ? അമ്മയൊക്കെ തിരിഞ്ഞിട്ട് എത്ര കാലമായി. അമ്മയ്ക്ക് ഇപ്പം നെല്ലും പതിരും കണ്ടാൽ തിരിച്ചറിയാം. അതുകൊണ്ട് മോള് വിട്ട പാടങ്ങ് പോയിക്കോ എന്ന് പറയുമ്പോഴത്തേക്കിനും വേദ അമ്പനും വില്ലിനും എടുക്കുന്നില്ല കേട്ടോ, ഞാനിവിടെ തന്നെ താമസിക്കും എന്ന് പറയാണ്. അങ്ങനെ നന്ദിനിയെടുത്ത് വേദനെ പിടിച്ച് തള്ളാനും മാറ്റി വിടാനൊക്കെ ശ്രമിക്കുമ്പോൾ അവിടേക്ക് മാഷ് വരികയാണേ. മാഷ് പറയണ്ട, ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ആർക്കും അധികാരമില്ല, നിന്നെപ്പോലെ തന്നെ ഇവള് ഇവിടുത്തെ മരുമോള എന്ന് പറയുമ്പോഴത്തേനും കമലത്തിനോട് നീ ഇതൊന്നും കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യാനുള്ളതാ അവൾ ചെയ്തത് എന്ന് പറയുമ്പോൾ മാഷ് പറഞ്ഞിട്ട്, നീ തന്നെയല്ലേ ഒരിക്കൽ ഞാൻ ഇവിടേക്ക് വിളിച്ച് കയറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നീ തന്നെയല്ലേ ഇവിടെ വിളിച്ച് കയറ്റിയത്? ആണല്ലോ, അന്ന് എൻ്റെ വാക്കിന് ഒരു വിലയും നീ കൽപ്പിച്ചില്ലല്ലോ. അപ്പോൾ ഇന്ന് നിൻ്റെ വാക്കിനും ഞാനൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഇവളെ എൻ്റെ മകൻ്റെ ഭാര്യയാണെങ്കിൽ ഇവിടെ തന്നെ ഇവള് താമസിക്കും. ഇവളെ ഇറക്കി വിടണമെന്ന് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ കൂടെ ഞാനും പോകും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഒന്നും പറയാനാവാതെ സഹായാവസ്ഥയിൽ നിൽക്കുകയാണ് കമലാമ്മയെ. പിന്നെ വേദ അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളിലും വേദനെ മാറ്റി നിർത്താൻ കേട്ടോ കമലാമ്മ. അടുക്കളയിലേക്ക് വരുമ്പോൾ വേദന കണ്ടപാടെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മയെന്ന് വിളിക്കുമ്പോൾ എന്നെ ആ പേര് പറഞ്ഞ് വിളിക്കണ്ട, ഞാൻ പറഞ്ഞു ഇനി ആ ഒരു ബന്ധം നമ്മൾക്കിടയിലില്ലെന്ന്. എൻ്റെ മോനെതിരെ എന്ന് നീ സാക്ഷി പറഞ്ഞോ അന്ന് അറുത്തിട്ടതാ ഞാനും നീയും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് പിന്നെ എൻ്റെ ഭർത്താവ് മാഷ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ നീ നിൽക്കുന്നത്. എൻ്റെ മോൻ എങ്ങാനും ജയിലിലായിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുന്ന തന്നെ നീ ഇവിടെ താമസിച്ചാൽ ഞാൻ പിന്നെ ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മ അങ്ങനെ ദേഷ്യപ്പെട്ട് പോകാൻ കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കാൻ കേട്ടോ വേദ. ഇതേ സമയത്ത് ശ്രീചേട്ടത്തി വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ മോളെ നീ കരയണ്ട, എല്ലാം മാറും, നീ ഒരു സാക്ഷി പറയണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞത് അത് വിക്രമിനെ രക്ഷിക്കാനാണ്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? എല്ലാവരും ഒരു അതെല്ലാം തിരിച്ചറിയും. ഞാൻ വിക്രമിനെ രക്ഷിക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ, ഇന്ന് വരെയായിട്ടും അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വിക്രമിനെ ഒരിക്കലും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീചേട്ടത്തിൻ്റെ തൊഴിലേക്ക് ചാരിക്കിടന്ന് കരയാനിട്ടോ വേദ. ശേഷം കാണിക്കുന്നത് ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും വീട്ടിലേക്ക് വരികയാണേ. ഇതേ സമയത്ത് ശ്രീകാന്തിനോട് വർഷ പറയുന്നുണ്ട്, അവൾ വരുമോ നമ്മുടെ കൂടെ? പിന്നെ വരാതിരിക്കുമോ? വരുമായിരിക്കും. നന്ദിനി പറഞ്ഞത് ആവശ്യത്തിനുള്ള അവൾക്ക് കൊടുക്കുന്നുണ്ടെന്ന്. ഇപ്പം എല്ലാവരും അവൾ ആ വീട്ടിൽ ഒറ്റപ്പെടുത്തി നിൽക്കുക. അവൻ്റെ തന്ത മാത്രമേ ഉള്ളൂ ഇപ്പം അവൾക്ക് ചെറുതായിട്ടൊരു സൈഡ്. അതൊന്നും വലിയ കാര്യമാക്കണ്ട. എല്ലാവരും ഒറ്റപ്പെടുത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ചെന്നാൽ വരുമായിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് ചെന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ ഈ ഒരു ബന്ധം ഇവിടെ നിന്ന് അറുത്തിടുകയാണെങ്കിൽ പിന്നെ സമൂഹത്തിൽ തലയുയർത്തി നമുക്ക് നടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് മനക്കോട്ട കെട്ടിയായിരിക്കും കേട്ടോ വർഷയും ശ്രീകാന്ത് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഈ സമയത്ത് നന്ദിനി പറയുന്നുണ്ട്, നിന്റെ ചേട്ടനും ചേട്ടത്തെയൊക്കെ കാണാൻ വന്നിരിക്കുന്നു, ഇങ്ങനെ ഇറങ്ങി എന്ന് പറയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് വേദ അവിടേക്ക് പറഞ്ഞിട്ടുണ്ട്, എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ എന്നൊക്കെ ചോദിക്കും. അത് പിന്നെ അവിടെ ഇരുന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, നീ ഇവിടെ എത്ര നാൾ? നീ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നീ വിക്രമിനെതിരെ ഈ വീട്ടിൽ തന്നെ നിന്ന് സാക്ഷി പറയുമ്പോൾ ഇവരൊക്കെ കൂടി നിന്നെ അപായപ്പെടുത്തും എന്നൊക്കെ എനിക്കൊരു ഭയമുണ്ട്. നീ ഇങ്ങോട്ടേക്ക് വന്നേരെ, ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ വിക്രം എങ്ങനെയുള്ളവനാണെന്ന്. ഇനി നീ ഈ ബന്ധം തുടർന്ന് ഇവിടെ നിൽക്കണ്ട. ഈ ഏട്ടൻ പറഞ്ഞ് നീ ഒന്ന് കേൾക്ക്, നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാനിട്ടോ വർഷയും കൂടെ പറയുന്നുണ്ട്. ഈ സമയത്ത് ദിവേദ പറയുന്നുണ്ട്, ഈ പെങ്ങളോട് ഇത്രയും സ്നേഹമുള്ള ഏട്ടനാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. എന്തായാലും ഏട്ടൻ്റെ കരുതലിനും കെയറിങ്ങിനും ഒക്കെ ഒരുപാട് നന്ദി. പക്ഷെ ഞാൻ വരില്ല. നീ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോഴത്തേനും കമലാമ്മ പറയുന്നുണ്ട്, ഒന്നിവളെ വിളിച്ചുകൊണ്ട് പോയിക്കോ, ഇവിടെ ആരും തടയത്തില്ല എന്ന് പറയുമ്പോൾ, കേട്ടോ ഇവർ പറയുന്നത്, നിന്നെ ആർക്കും ഇവിടെ വേണ്ട, പിന്നെ നീ എന്തിനാ ഇവിടെ എത്തിൽക്കൊണ്ട് പോലെ കടിച്ചു നിൽക്കുന്നത്? എന്നെ ഇവിടെ ആർക്കും വേണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് എൻ്റെ താലി ചാർത്തി ഇവിടെ കൊണ്ടുവന്നതാ. ആ സ്ഥിതിക്ക് ഞാനിവിടെയല്ലേ നിൽക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ ഭർത്താവ് അവനിപ്പോൾ ജയിലിലല്ലേ? അയാൾ ജയിലിലല്ലാതെയോ എവിടെ വേണമല്ലോ ആയിക്കോട്ടെ, പക്ഷേ അദ്ദേഹം താലി ചാർത്തി ഒരു താലി എൻ്റെ കഴുത്തിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെയല്ലേ താമസിക്കേണ്ടത്. അതുകൊണ്ട് ഏട്ടൻ്റെ സ്നേഹത്തിന് നന്ദി, ഏട്ടൻ തിരിച്ചു പോയിക്കോ എന്ന് പറയാൻ കേട്ടോ. ഉടനെ വർഷ പറയുന്നുണ്ട്, ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. നിന്നെ ഞങ്ങൾ കൂടെ കൂട്ടിക്കൊണ്ട് അവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്നല്ലേ പറഞ്ഞത്, അല്ലാതെ വേറെ എവിടെയും കൊണ്ട് തള്ളാന്നല്ലല്ലോ. ഏട്ടത്തിയോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇതെൻ്റെ വീടാണ്, ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ. ഇനി കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളണമെങ്കിൽ അതിന് ഞാൻ ചെയ്യും. ഞാൻ പിരിവിട്ട് നിൽക്കുക, വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നാണം കെട്ട് നാറി നമ്മുടെ ശ്രീകാന്ത് വർഷയും കൂടെ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ. പിന്നീടായിരിക്കും കേട്ടോ പിറ്റേ ദിവസം നമ്മുടെ ദർശനാണെങ്കിൽ വിക്രമിന് വേണ്ടി വാദിക്കാൻ വരികയും അങ്ങനെ നമ്മുടെ വേദന അവിടെ നിർത്തിപ്പൊരിച്ചിട്ട് വിക്രമിനെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ തമിഴിലാണെങ്കിൽ നമ്മുടെ ശങ്കരനാരായണൻ നേരിട്ട് വന്നിട്ട്